എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിവിടെ ഒരു രാശിയിൽ 4 ഗ്രഹങ്ങൾ, അപ്പോൾ ഇതിൽ ബുധനും ചൊവ്വയും ശുക്രനും വ്യാഴവും ഒരുമിച്ച് നിന്നാൽ ഭാര്യയോട് സദാ കലഹിക്കുന്നവനായിട്ടും ധനവാനായും സ്വഭാവം ഉണ്ടായിരിക്കും, ആരോഗ്യമൊക്കെ ഉണ്ടാവും, ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവനുമായിരിക്കും. പക്ഷേ ഭാര്യയോട് സദാ കലഹം ഇദ്ദേഹത്തിനുണ്ടായിരിക്കും. അടുത്തത് ചൊവ്വ, വ്യാഴം, ബുധൻ, ശനി ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന മനുഷ്യൻ ശൂരനും ദരിദ്രനുമായും സത്യത്തെയും ശൗചത്തെയും ആദരിക്കുന്നവനായും വിദ്വാനായും ദീനനായും വാഗ്വാവിലാസമുള്ളവനായിട്ടും ഭവിക്കുമെന്ന് പറയാം. അടുത്തത് ബുധനും ചൊവ്വയും ശനിയും ശുക്രനും ചേർന്ന് നിന്നാൽ കായിക അഭ്യാസമോ ഗുസ്തിക്കാരനോ അല്ലെങ്കിൽ അന്യനെ കൊണ്ട് കാലക്ഷേപം ചെയ്യിക്കുന്നവനോ ആകുകയും യോദ്ധാവായും ലോകരുടെ ഇടയിൽ പേരുകേട്ടവനായും ഉറപ്പും പുഷ്ടിയുള്ള ശരീരത്തോട് അല്ലെങ്കിൽ അവയവങ്ങളോട് കൂടിയവനായിരിക്കും എന്നാണ് പറയുക. അതുപോലെ ചൊവ്വ, വ്യാഴം, ശനി, ശുക്രൻ ഈ 4 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിന്നാൽ ഗന്ധഗുണമില്ലാത്തവനും, അതായത് പീനസാദി രോഗങ്ങൾ ഉണ്ടാവും, അന്യപുരുഷന്മാരുടെ ഭാര്യമാരോട് താല്പര്യം കാട്ടുന്നവനും അഭിമാനിയുമായിരിക്കും, പക്ഷേ വലിയ ധൂർത്തുക്കൾ കാട്ടുന്നവനുമായിരിക്കും. അടുത്തത് ബുധനും വ്യാഴവും ശുക്രനും ശനിയും ഒരുമിച്ച് നിന്നാൽ ബുദ്ധിമാനായിരിക്കും, ശാസ്ത്രങ്ങളെ സംബന്ധിച്ചുള്ള അറിവിലും പഠനത്തിലുമൊക്കെ കേമനായിരിക്കും, അല്ലെങ്കിൽ തൽപരനായിരിക്കും, വലിയ കാമിയും എപ്പോഴും സത്യത്തിന് കീഴ്പ്പെടുന്നവനും ഉഗ്രനുമായി ഭവിക്കും. അപ്പോൾ ഇതാണ് 4 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ 5 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ ഉള്ള ഫലം എന്താണെന്നുള്ളതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എനിക്ക് കഴിയുന്നത് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്കുള്ള അറിവ് അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് അറിവ് പകർന്നു തരികയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി വേണം. അപ്പോഴേ എനിക്ക് അടുത്ത ഓരോ സബ്ജക്റ്റുമായിട്ട് എനിക്ക് വരാനുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉന്മേഷം എനിക്ക് വരികയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.